നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. EFL കപ്പിന്റെ തേർഡ് റൗണ്ടിൽ ഇന്ന് മാഞ്ചസ്റ്റർ സിറ്റി കളിക്കാനിറങ്ങുകയാണ്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:15 മാഞ്ചസ്റ്റർ സിറ്റി വാറ്റ്ഫോർഡിനെയാണ് നേരിടുന്നത്. സിറ്റിയുടെ മൈതാനമായ ഇത്തിഹാദ് സ്റ്റേഡിയത്തിലാണ് കളി നടക്കുന്നത്. പക്ഷേ ഈ മത്സരത്തിന് മാഞ്ചസ്റ്റർ സിറ്റിയുടെ സൂപ്പർ താരം ഏർലിംഗ് ഹാലൻഡ് ഉണ്ടാവില്ല. അക്കാര്യം ഇപ്പോൾ സ്ഥിരീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. മാഞ്ചസ്റ്റർ ഈവനിംഗ് ന്യൂസ് ഒക്കെ അക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു. ഏർലിംഗ് ഹാലൻഡിന് ഈ മത്സരം നഷ്ടമാകും. ഏർലിംഗ് ഹാലൻഡിന്റെ ഫാമിലി ഫ്രണ്ടായിരുന്ന ഐവർ എഗ്ജ മരണപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ സംസ്കാരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് നോർവേയിലേക്ക് അദ്ദേഹം പോകുന്നു. ഈ വീക്കിലാണ് ആ ഒരു സംസ്കാരം നടക്കുന്നത്. അപ്പം അതിനുവേണ്ടി താരത്തിന് ഓഫ് കൊടുത്തിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മാഞ്ചസ്റ്റർ ഈവനിംഗ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ദി സ്ട്രൈക്കർ ഈസ് എക്സ്പെക്ടഡ് ടു ബി അവൈലബിൾ ടു റിട്ടേൺ ഫോർ ന്യൂ കാസിൽ ഓൺ സാറ്റർഡേ എന്നുകൂടി അവരുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ചുരുക്കത്തിൽ ഈ ഒരു മത്സരം കഴിഞ്ഞാൽ പിന്നെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ അടുത്ത മത്സരം വരുന്നത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ മത്സരമാണ്. അത് ശനിയാഴ്ച വൈകിട്ട് ഇന്ത്യൻ സമയം 5 മണിക്ക് ന്യൂ കാസിലിനെതിരെയാണ്. അത് മാഞ്ചസ്റ്റർ സിറ്റിക്ക് എവേ മത്സരമാണ്. ആ മത്സരത്തിലേക്ക് ഏർലിംഗ് ഹാലൻഡ് തിരികെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നുകൂടി അവരുടെ റിപ്പോർട്ടിൽ പറഞ്ഞു. എന്തായാലും ഇപ്പോൾ സിറ്റി തന്നെയാണ് പ്രീമിയർ ലീഗിൽ 1-ാം സ്ഥാനത്ത്. പക്ഷേ കഴിഞ്ഞ വീക്കെൻഡിലെ മത്സരം ആഴ്സണലിനോട് അവർ സമനിലയിൽ കുരുങ്ങിയിരുന്നു. 5 കളികളിൽ നിന്ന് 13 പോയിന്റാണ് ഇപ്പോൾ പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിക്കുള്ളത്. അതേസമയം ഗോളടിയിൽ പ്രീമിയർ ലീഗിൽ പൊളിച്ചടുക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഏർലിംഗ് ഹാലൻഡ്. 10 ഗോളുകളാണ് അദ്ദേഹം ഓൾറെഡി നേടിക്കഴിഞ്ഞിട്ടുള്ളത്. സോ അദ്ദേഹം ഇന്നത്തെ മത്സരം കളിക്കാനില്ല എങ്കിൽ പോലും അടുത്ത മത്സരത്തിലേക്ക് ന്യൂകാസിലിനെതിരെയുള്ള കളിയിലേക്ക് തിരികെ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സിൽ എത്താം.